ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ കെ വീഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് മഹാഭാരതത്തിലെ അർജുനൻ്റെ ഇൻസ്പിറേഷൻ സ്റ്റോറി കേൾക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ദ്രോണാചാര്യരുടെ കീഴിൽ കൗരവരും പാണ്ഡവരും ഒരുമിച്ച് അസ്ത്രവിദ്യ അഭ്യസിക്കുന്ന കാലം. ദ്രോണർ ശിഷ്യന്മാരുടെ കഴിവ് അളക്കാനും അവരെ കൂടുതൽ പരിശീലിപ്പിക്കാനുമായി ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു മരത്തിൽ ഒരു കൃത്രിമ പക്ഷിയെ വയ്ക്കുകയും അതിൻ്റെ കണ്ണ് ലക്ഷ്യമിട്ട് അമ്പെയ്ത് കൊള്ളയ്ക്കാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യം ദുര്യോധനൻ, പിന്നെ ഭീമൻ, അതിനുശേഷം മറ്റു ശിഷ്യന്മാർ ഓരോരുത്തരെ മുന്നോട്ട് വന്നു. ദ്രോണാചാര്യർ ഓരോരുത്തരോടും ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നത്? ദുര്യോധനൻ പറഞ്ഞു, ഗുരു, എനിക്ക് മരവും പക്ഷിയും ചുറ്റുമുള്ള കാടും ആകാശവും എല്ലാം കാണാം. ഭീമൻ പറഞ്ഞു, എനിക്ക് പക്ഷിയും മരത്തിലെ ഇലകളെയും ശാഖകളെയും കാണാം. മറ്റു ശിഷ്യന്മാരും തങ്ങൾ കാണുന്ന പല കാര്യങ്ങളും വിശദീകരിച്ചു. ദ്രോണർ അവരെല്ലാം പിന്തിരിപ്പിച്ചു, കാരണം അവരുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ മാത്രമായിരുന്നില്ല. ഒടുവിൽ ദ്രോണാചാര്യർ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായ അർജുനെ വിളിച്ചു. അർജുന, നീ എന്താണ് കാണുന്നത്? ദ്രോണർ ചോദിച്ചു. അർജുനൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഗുരു, എനിക്ക് പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ, മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ദ്രോണാചാര്യർ അത് കേട്ട് സന്തോഷവാനായി. അദ്ദേഹം അർജുനോട് അമ്പെയ്യാൻ ആവശ്യപ്പെട്ടു. അർജുൻ്റെ അമ്പ് കൃത്യമായി പക്ഷിയുടെ കണ്ണിൽ തറച്ചു. ഈ കഥ അർജുൻ്റെ ഏകാഗ്രതയും ലക്ഷ്യബോധവും എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില പാഠങ്ങളുണ്ട്. അതായത് ഏകാഗ്രത, നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രാധാന്യം ഈ കഥ എടുത്തു കാണിക്കുന്നു. ചുറ്റുമുള്ള ഡിസ്ട്രാക്റ്റിംഗ് ആയ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാതെ ലക്ഷ്യത്തിലേക്ക് മാത്രം മനസ്സിനെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. അതുപോലെ തന്നെ വ്യക്തമായ ലക്ഷ്യബോധം, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് വ്യക്തമായി അറിഞ്ഞത് വളരെ പ്രധാനമാണ്. ലക്ഷ്യം അവ്യക്തമാണെങ്കിൽ നമുക്കതിലേക്ക് എത്താൻ കഴിയില്ല. അർജുനന് പക്ഷിയുടെ കണ്ണെന്ന ലക്ഷ്യം വ്യക്തമായിരുന്നു. അർപ്പണബോധവും, അർജുൻ്റെ പരിശീലനത്തിലുള്ള അർപ്പണബോധവും ഗുരുവിൻ്റെ വാക്കുകൾ അനുസരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയുമാണ് അദ്ദേഹത്തെ ഈ വിജയം നേടാൻ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എന്തു കാര്യത്തിലും വിജയിക്കണമെങ്കിൽ അർജുനെ പോലെ ലക്ഷ്യത്തിൽ മാത്രം കണ്ണുനട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.